Meet the editors. മറുപടിയായോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഡോക്ടർ അരുൺകുമാർ കണ്ണൂരിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഞാൻ ആദ്യം അദ്ദേഹത്തിലേക്ക് തന്നെ പോവുകയാണ്. ഡോക്ടർ അരുൺ, ഇപ്പോൾ മറുപടിയായോ? കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് ഈ ഡീൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് മണ്ഡലങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ ഡീലിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. അതിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി നിയമമാണ്, പിന്നീട് ഡൽഹിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായ മറുപടി ആകുന്നുണ്ടോ? വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപിൽ ഒരു പുതിയ നരേറ്റീവ് വരികയാണ്. അത് BJP CPM ഡീൽ എന്നുള്ളതാണ്, അഥവാ CJP എന്നുള്ളൊരു പഴയ ആർഗ്യുമെന്റ് കൊണ്ടുവരികയാണ്. മറുപടി ആയോ എന്ന ചോദ്യത്തിന് മറുപടിയായി, പക്ഷേ ഇനിയും ഈ ചർച്ച നീളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടു എന്ന തോന്നലിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു വഴി CPM മേൽ ഒരു മൃദുഹിന്ദുത്വത്തിന്റെ ടാഗ് ലൈൻ ഒട്ടിച്ചു കൊടുക്കലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായിട്ട് നമ്മൾ ഈ കാണുന്നത് ഈ CPM ഒരു മൃദുഹിന്ദുത്വ സ്വഭാവമുണ്ടെന്നും പിണറായി വിജയൻ ആ ന്യൂനപക്ഷ പ്രേമമെല്ലാം വിട്ട് ഭൂരിപക്ഷ സമുദായത്തിനോടൊപ്പം പോകുന്നു എന്നുമുള്ളൊരു നെറേറ്റീവാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോ കോലിബി സഖ്യത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? കോലിബി സഖ്യത്തിൽ മാത്രമല്ല, അതിനു മുമ്പും നമ്മൾക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ആരാണ് ഇവിടെ ഡീൽ ഉണ്ടാക്കിയത് എന്നുള്ളതിന് മുന്നിൽ വ്യക്തമായ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. 1960കളിൽ അന്ന് നമ്മുടെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ EMS നമ്പൂതിരിപ്പാട് മത്സരിക്കുന്നത് പട്ടാമ്പിയിൽ നിന്നാണ്. അന്ന് പട്ടാമ്പിയിൽ മത്സരിക്കുന്ന സമയത്ത് അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത് രാഘവൻ നായരെ. അന്ന് ജനസംഘിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് P മാധവമേനൻ. ഒടുവിൽ എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജനസംഘിന്റെ P മാധവമേനൻ ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിഞ്ഞു. ആ വോട്ടുകൾ കൂടി രാഘവൻ നായർക്ക് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ എന്ത് സംഭവിച്ചു? ഒടുവിൽ അന്ന് കോൺഗ്രസ്, PSP, ഒപ്പം മുസ്ലിം ലീഗ്, ഒപ്പം ജനസംഘ്, ഈ സഖ്യത്തിന്റെ വോട്ട് രാഘവൻ നായർക്ക് കിട്ടി. EMSനെ പരാജയപ്പെടുത്തുകയായിരുന്നു നീക്കം. ആദ്യത്തെ ഇന്ത്യയിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട പരീക്ഷണമായിരുന്നു അത്. പക്ഷെ അന്ന് EMS നമ്പൂതിരിപ്പാട് 7300-ലധികം വോട്ടുകൾക്ക് പട്ടാമ്പിയിൽ നിന്ന് വിജയിച്ചു വരുന്നു ഈ കോൺഗ്രസ്, ലീഗ്, PSP, ജനസംഘിന്റെ കൂട്ടുകെട്ടിനെ. യഥാർത്ഥത്തിൽ കോലിബിയുടെ ഒരു ആദ്യഘട്ട പരീക്ഷണമായിരുന്നു പട്ടാമ്പിയിൽ നടക്കുന്നത്. പിന്നീട് നോക്കൂ, കോലിബിക്ക് മുമ്പ് വേറൊരു പരീക്ഷണം ഉണ്ടായി. അത് ലോക്സഭയിലേക്കാണ്. എവിടെയാണ് ലോക്സഭയിൽ? പാലക്കാട് 1971. 1971 പാലക്കാട് CPMന്റെ സ്ഥാനാർത്ഥി സാക്ഷാൽ AKG എന്ന് നേരിടാൻ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. അന്ന് TC ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജനസംഘിന്റെ നേതാവ് പാലക്കാട് നിന്നും ജനസംഘിന് വേണ്ടി മത്സരിക്കാൻ വരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുന്നത് രാജഗോപാൽ. ഒടുവിൽ എന്ത് സംഭവിച്ചു? രാജഗോപാൽ പിൻവാങ്ങുന്നു. ആ വോട്ടുകൾ ആരൊക്കെയാന്ന്? ദീൻദയാൽ ഉപാധ്യായ അടക്കം അന്ന് ക്യാമ്പയിന് വരുന്നു സാക്ഷാൽ AKGക്കെതിരെ. അന്ന് കോൺഗ്രസിന്റെയും ദീൻദയാൽ ഉപാധ്യായയുടെയും പ്രസംഗം പാലക്കാട്ടുകാർ കേട്ടിട്ടുണ്ട്. അന്ന് ആർക്കു വേണ്ടിയായിരുന്നു? TC ഗോവിന്ദനെതിരെയായിരുന്നു. 1971 ആ തിരഞ്ഞെടുപ്പിലും AKG ആ സഖ്യത്തെ അതിജീവിച്ചുകൊണ്ട്, ആ ഡീലിനെ അതിജീവിച്ചുകൊണ്ടാണ് ലോക്സഭയിലേക്ക് പോകുന്നത്. പിന്നീടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 1991 ബേപ്പൂർ വടകര മോഡൽ കോലിബി എന്ന് പറയുന്നത്. അത് പരസ്യമായിരുന്നില്ലേ? ബേപ്പൂരിൽ മാധവൻകുട്ടിയെ ജയിപ്പിക്കണം, വടകരയിൽ രത്നസിംഗിനെ വിജയിപ്പിക്കണം. അങ്ങനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുടനീളമുള്ള UDF സ്ഥാനാർത്ഥികൾക്ക് സംഘപരിവാറിന്റെ വോട്ട് കിട്ടും എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ധാരണ. ആ ധാരണ ഉണ്ടാക്കിയതിന് പിന്നിൽ K കരുണാകരൻ ഉണ്ടായിരുന്നില്ലേ? അന്ന് പ്രസംഗിക്കാൻ പോയതിന് പിന്നിൽ ലീഗിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ? 21-ലധികം തവണ ലീഗിന്റെ അധ്യക്ഷൻ അന്ന് ബേപ്പൂരിൽ പോയി മാധവൻകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ചിട്ടില്ലേ? പാഴായ പരീക്ഷണങ്ങളിൽ ഇതെല്ലാം വ്യക്തമായി എഴുതിയിട്ടില്ലേ? അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ BJPയുമായും സംഘപരിവാറുമായും ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ചില എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി വർത്തമാനകാലത്തിലേക്ക് വരാം. എന്താണ് പാലക്കാട്ടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? പാലക്കാട് രമേശ് പിഷാരടി നിശ്ചയിച്ചപ്പോ 3 തരത്തിലുള്ള ഭീഷണി അവിടെ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. നമ്പർ 1, ആദ്യത്തെ ഭീഷണി എന്താ? ഒന്ന്, രമേശ് പിഷാരടി അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ കരുത്തനായ UDFന്റെ സ്ഥാനാർത്ഥിയാണോ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. അതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കഴിഞ്ഞ രമേശ് പിഷാരടി വരുമ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ അത്രയധികം ആക്റ്റീവ് അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയ ആരോപണം നേരിടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ എന്ന് വെച്ചാൽ, ഉപതെരഞ്ഞെടുപ്പിനുള്ളതുപോലെ കോൺഗ്രസ് മെഷീനറി ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രവർത്തിക്കാനാവില്ല. കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു, DCC പ്രസിഡന്റ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, മറുഭാഗത്ത് കോങ്ങാട് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ തുളസി മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാ സംവിധാനം അവിടെ ഇല്ല. ഈ മത്സരിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് UDFന്റെ മാത്രം ചുമതല എന്ന രൂപത്തിലാണോ അങ്ങ് കാണുന്നത്?
അല്ല, എങ്ങനെയാണ് NMR റസാഖ് അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയായി തീരുന്നത്? അല്ല, NMR രമേശ്, റസാഖിന് അവിടെ ഇപ്പോൾ പിഷാരടി ദുർബലനാണ് എന്ന് പറയുമ്പോൾ മണ്ഡലത്തിൽ നിന്നുള്ള അതിന് അങ്ങയുടെ തെളിവ് എന്താണ്? അങ്ങയുടെ മുന്നിലെ തെളിവ് എങ്ങനെയാണ്? ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ എന്താണെന്ന് പറയാം. രമേശ് പിഷാരടി ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു വലിയ ഒരു കമന്റ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ദുർബലനാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. NMR അവിടെ പറയുന്നത് രാഷ്ട്രീയമാണ്. പക്ഷേ രമേശ് പിഷാരടിക്ക് അത്രമേൽ രാഷ്ട്രീയം പറയാൻ കഴിയുന്നുണ്ടോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താ പ്രശ്നം? സോണിയാഗാന്ധി പോലും പശ്ചിമേഷ്യയിൽ നടക്കുന്ന വിഷയത്തിൽ അയത്തുള്ള അലി ഖമൈനിയുടെ മരണത്തിൽ ഈ സർക്കാർ ഒരു തരത്തിലും ഇടപെടാതിരുന്നപ്പോ അതിനെതിരെ ലേഖനം എഴുതുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ ആ പ്രതികരണം പോലും എന്തുകൊണ്ടാണ് രമേശ് പിഷാരടിയുടെ ഭാഗത്തുനിന്നുണ്ടാവാത്തത്? നോക്കൂ, അവിടെ എങ്ങനെ രമേശ് പിഷാരടി പണ്ട് പ്രതികരിച്ചത്? പലസ്തീനിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തിനാണ് പ്രതിഷേധം എന്ന് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയവാദമല്ലേ? അങ്ങനെ രാഷ്ട്രീയത പറയുന്ന ഒരാളെയാണോ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടത്? അതാണ് ശരി. ആ പ്രതികരണം അത്ര ശരിയാണ് എന്ന് കരുതാൻ കഴിയില്ല. ശരിയാണ് ഡോക്ടർ അരുൺ. പക്ഷേ പലസ്തീൻ വിഷയമാണോ അവിടെ പ്രതിഫലിക്കുക എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, പലസ്തീൻ വിഷയമാണെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ചുകൊണ്ട് ഹമാസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ KK ശൈലജ നടത്തിയ പ്രതികരണം ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശശി തരൂർ എന്താ പറഞ്ഞത്? അതാ പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ച് അവിടെ കിടക്കുന്നുണ്ട്. പ്രതികരണം എന്താ? KK ശൈലജയുടെ പ്രതികരണം എന്താ? അതാണ് പ്രശ്നം. അപ്പോ രാഷ്ട്രീയം പറയണം. അല്ലല്ല, കേൾക്കൂ, ആ രാഷ്ട്രീയം പറയണം. ആ രാഷ്ട്രീയം പറയാൻ നിലവിൽ രമേശ് പിഷാരടിക്ക് കഴിയുന്നുണ്ടോ? പലസ്തീനിൽ അഗാധമായ പാണ്ഡിത്യമില്ല എന്നതാണ് അദ്ദേഹത്തിന്. കേൾക്കൂ സ്മൃതി, അല്ല സ്മൃതി, എന്റെ സമയം കഴിഞ്ഞിട്ട് ഞാൻ സ്മൃതിക്ക് അവസരം തരാം, അതിലിടപെടാൻ അവസരം തരാം. ഞാൻ പറഞ്ഞു തീരട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഉണ്ണി മുകുന്ദനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അന്നിട്ട കമന്റ് ഇപ്പോഴും മോഡിഫൈഡ് ആയിരിക്കുന്നു താങ്കൾ എന്നിട്ടിരിക്കുന്നത് മോദിയെ കാണാൻ പോകുമ്പോഴാണ്. അങ്ങനൊരു സ്ഥാനാർത്ഥിയാണോ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിപ്പിക്കേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. അതാണ് രാഷ്ട്രീയമായിട്ട് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതൊന്ന്. രണ്ടാമത്തത്, ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം എന്താ ഈ രമേശ് പിഷാരടിയുടേത്? ഈ മണ്ഡലത്തിന് പോട്ടെ, കേരളത്തിന് പുറത്തു നിന്നുള്ള രാഷ്ട്രീയ പാരമ്പര്യം. NMR റസാഖിന് അങ്ങനല്ല. NMR റസാഖ് സജീവമായി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പാലക്കാട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ട്, ഷാഫി പറമ്പിലില്ലാത്ത എന്ത് പ്രശ്നമാണ് NMR റസാഖ് മത്സരിക്കുമ്പോൾ ഉണ്ടാവുക? രണ്ടുപേർ ഹിന്ദു സ്ഥാനാർത്ഥികളായി മൂന്നാമത്തെ ഒരാൾ NMR റസാഖ് എന്ന പേരിൽ മത്സരിക്കുന്നതാണോ കുഴപ്പം? എന്താ അവിടുത്തെ പ്രശ്നം? എന്താ അവിടെ NMR റസാഖ് മത്സരിക്കുന്ന സമയത്ത് എങ്ങനെയാ അവിടെ ഡീൽ ഉണ്ടെന്ന് നിങ്ങൾ ആരോപിക്കുക? അവിടെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു ത്രികോണ മത്സരം നടക്കുന്ന സാധ്യതയുണ്ട്. എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടയാളം വെച്ച്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് NMR റസാഖിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയുക? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിന്റെ വ്യത്യാസമുണ്ട് സ്മൃതി? 6300 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആരൊക്കെ തമ്മിലാ? UDFും LDFും തമ്മിൽ. അവിടെ BJP എത്ര സ്ഥാനത്താ? 3ാം സ്ഥാനത്താ. അപ്പൊ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF അവിടെ 1ാം സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക ഈ പറയുന്ന ആരോപണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ഒന്നാം സ്ഥാനവും 1ാം സ്ഥാനവും വ്യത്യാസം എത്രയാണ്? അപ്പോ 1ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ വ്യത്യാസം എത്രയാണ്? എന്താണ് ഈ അങ്ങ് പറഞ്ഞല്ലോ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ 6000 വോട്ടിന്റെ, 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലും 6000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അതായത് ഒരു 4000 വോട്ട്. കേൾക്കൂ, അതാണ് സ്മൃതി. അപ്പൊ കണക്ക് കൂട്ടി നോക്കൂ. ഒരു 4000 വോട്ട് UDFിൽ നിന്ന് ഇപ്പൊ UDF സംശയിക്കുന്നത് പോലെ LDFിലേക്ക് പോയാൽ ആര് ജയിക്കും? BJP ജയിക്കുമോ? LDF ജയിക്കുമോ? LDF ജയിക്കും. അതാണ് പ്രശ്നം. ആ ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രകടമാക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു ഇൻസെക്യൂരിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അത് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോഴും നമ്മുടെ മുന്നിൽ തൃശ്ശൂരാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സ്മൃതി വിശ്വസിക്കുന്നുണ്ടോ തൃശ്ശൂർ മണ്ഡലത്തിൽ ആരുടെ വോട്ടാ കുറഞ്ഞത്? ആരുടെ ഡീൽ എന്നാണ് ആ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? 86,000 തൃശ്ശൂരിലേക്ക് പോകുന്നതിന് മുമ്പ് പാലക്കാടിലെ ഒരു കാര്യം കൂടെ അങ്ങോട്ട് ചോദിക്കട്ടെ. ഒറ്റ കാര്യം കൂടെ, പാലക്കാട് ഒറ്റ കാര്യം കൂടെ. പാലക്കാട് ഈ സ്വതന്ത്രനെ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു മിനിറ്റ് പാലക്കാട് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അവിടെ ജയിക്കാൻ ആവശ്യമായ വോട്ട് പിടിക്കാൻ പാർട്ടി സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിയില്ല എന്നൊരു വാദമാണ് പറഞ്ഞത്. അങ്ങനെ സ്വതന്ത്രനെ നിർത്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്വതന്ത്രൻ ജയിക്കും എന്ന് പറയുന്നതിലുള്ള വാദം എനിക്ക് മനസ്സിലായില്ല. അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്ക് മാത്രമാണ് അവിടെ LDFിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കോൺഫിഡൻസ്. അതാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ആ കണക്ക് അവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് അവിടെ അത് സ്വതന്ത്രനെ നിർത്തി വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവിടെ NMR റസാഖിനെ പോലെ ഒരാൾ വന്നാൽ കുറച്ചുകൂടി വോട്ട് പിടിക്കാൻ കഴിയും എന്ന തോന്നലുണ്ടാവുന്നത് ആ പാർട്ടിക്കാണ്. അതെന്തുകൊണ്ട് ആയിക്കൂടാ എന്നാണ് എന്റെ ചോദ്യം.
ശരി. അത് എന്തുകൊണ്ടായിക്കൂടാ? അത് സരിനേക്കാൾ വോട്ട് പിടിക്കുകയാണെങ്കിൽ എന്താ പറയുക? അവിടെ ഈ ലെഫ്റ്റ് നന്നായി പെർഫോം ചെയ്തു എന്നല്ലേ പറയുക? തൊട്ട് മുമ്പുള്ള കണക്കല്ലേ സ്മൃതി നമ്മൾ പറയേണ്ടത്? ഇനി തൃശ്ശൂരിൽ ആരുടെ വോട്ടാ BJPക്ക് പോയത്? CPM-ന്റെ വോട്ടാണോ പോയത്? CPI-യുടെ വോട്ട് മാത്രമാണോ പോയത്? എത്ര വോട്ടാ ഒലിച്ചു പോയത്? കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചത് CPM ആണോ കോൺഗ്രസ് ആണോ? വോട്ട് വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷമാണ്, CPI ആണ്. അവിടെ സുനിൽകുമാറിന്റെ വോട്ട് 16,000 വർദ്ധിച്ചു തൊട്ട് മുമ്പുള്ള വർഷത്തേക്കാൾ, അതായത് 2019-നേക്കാൾ. കോൺഗ്രസിന്റെ വോട്ടോ 86,000 വോട്ട് ഒലിച്ചുപോയി തൃശ്ശൂരിൽ. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്തു? കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന 86,000 വോട്ട് നേരെ ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട് പോയി? BJP-യിലേക്ക് പോയി. ആ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാ തൃശ്ശൂരിൽ ജയിക്കുന്നത്. എന്നാൽ 16,000 വോട്ട് ആർക്ക് കൂടി? ഇടതുപക്ഷത്തിന് കൂടി തൃശ്ശൂരിൽ. ഇതാണ് തൃശ്ശൂരിലെ കണക്ക്. തൃശ്ശൂരിൽ പൂരം കലക്കിയതാണ് പരാജയത്തിന് കാരണമെന്ന് പറഞ്ഞ സുനിൽകുമാർ തന്നെയാണ്. ഇത് ഞാൻ ഒറ്റ കണക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, ആ ആരോപണം അവിടെ കിടക്കുന്നുണ്ട്. പൂരത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ അതുണ്ടായിരുന്നു. പക്ഷെ കണക്കുകൾ വന്നപ്പോൾ എന്താ? ആരുടെ വോട്ടാ പോയത്? കോൺഗ്രസിന്റെ വോട്ടല്ലേ പോയത്? കോൺഗ്രസിന് 86,000 വോട്ട് എവിടെ പോയി? TN പ്രതാപനെ എന്തുകൊണ്ട് മാറ്റി? അവസാന നിമിഷം വടകരയിൽ നിന്ന് എന്തുകൊണ്ട് മുരളീധരനെ കൊണ്ടുവന്നു? ഇതായിരുന്നില്ലേ ചോദ്യം? ആ രാഷ്ട്രീയ ചോദ്യമല്ലേ നമ്മൾ ചോദിക്കുന്നത്? കണക്കല്ലേ നമ്മുടെ മുന്നിലുള്ളത്? അതല്ലേ വസ്തുത? അതവിടെ നിൽക്കട്ടെ. ഇനി നിയമത്തിന്റെ കാര്യം ഞാനൊന്ന് പറയാം. നിയമത്തിന്റെ കാര്യം ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ആ കണക്കുകൾ പരിശോധിച്ചാൽ സ്മൃതിക്ക് വളരെ കൃത്യമായി മനസ്സിലാവും എന്താണ് 2006 മുതൽ നിയമമണ്ഡലത്തിൽ സംഭവിച്ചത്. 2001 ഞാൻ ആ കണക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം, 3 മിനിറ്റ് എടുക്കൂ. 2001 അന്ന് ശക്തൻ മത്സരിച്ച് വിജയിക്കുന്നു. എത്ര വോട്ടാണെന്നറിയാമോ? കോൺഗ്രസിന് 56,000 വോട്ട് നേമത്ത്. അന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി വെങ്ങാനൂർ ഭാസ്കരൻ 47,000 വോട്ടുണ്ട്. അന്ന് BJP-യുടെ MS കുമാർ മത്സരിക്കുന്നു, 16,000 വോട്ട് മാത്രം. 2006 ആകുമ്പോഴേക്കും BJP-യുടെ വോട്ട് താഴ്ന്നു. BJP-യുടെ വോട്ട് എത്രയായി മാറി? BJP-യുടെ വോട്ട് മലയങ്കിഴി രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 6,705. നമ്മൾ ഇന്ന് പറയുന്ന നിയമം A ക്ലാസ് മണ്ഡലം കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് BJP-യുടെ വോട്ട് കേവലം 6,705. അന്ന് കോൺഗ്രസ് ശക്തനായിരുന്നു. അന്ന് 60,000 വോട്ട് പിടിച്ചു. CPM-ന്റെ വോട്ട് എങ്ങോട്ടും പോയില്ല കേട്ടോ. CPM 50,000-ആയിട്ട് 1,00,000-ആയിട്ട് വോട്ട് വർദ്ധിപ്പിക്കുക ചെയ്തത് 2006, 20 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ 60,000 വോട്ട് കോൺഗ്രസിന്, 50,000 വോട്ട് CPM-ന്, 6,700 വോട്ട് BJP-ക്ക്. ഇതായിരുന്നു 20 വർഷം മുമ്പ് നിയമത്തിന്റെ അവസ്ഥ. തൊട്ടടുത്ത വർഷം 2011 എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് 60,000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത തവണ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എത്ര വോട്ടാണെന്നറിയാമോ? കേരളം ഞെട്ടും, 20,248 വോട്ട്. അതിനിടയ്ക്ക് നടന്നൊരു ഡീലിമിറ്റേഷൻ അങ്ങ് മറന്നു. അതിനുശേഷം നടന്ന മത്സരമാണ് 2011. 2008 മണ്ഡല പുനർനിർണയം. അത് ഞാൻ പറയാൻ പോവാ. അവിടെ ഡീലിമിറ്റേഷൻ അല്ല സ്മൃതി പ്രശ്നം. ആരായിരുന്നു സ്ഥാനാർത്ഥി എന്നറിയാമോ? 2016 UDF-ന്റെ സ്ഥാനാർത്ഥി ആരാ? കോൺഗ്രസിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ആയിരുന്നോ? അവിടെ കോൺഗ്രസിലെ ശക്തനെ പോലൊരു സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോ 2011 മത്സരിക്കാൻ വരുന്നത് ചാരുവാറ രവി. എവിടെ നിന്ന്? സോഷ്യലിസ്റ്റ് ജനതാദളിൽ നിന്ന്. 20,000 വോട്ട്, 40,000 വോട്ട് ക്ലീൻ വൈറ്റ് വാഷ് ആണ്. അവിടെ രാജഗോപാൽ എത്ര വോട്ട് വർദ്ധിപ്പിച്ചു? 6,000-ൽ നിന്ന് 43,000-ആയിട്ട് വർദ്ധിപ്പിച്ചു. ഡീൽ ആരൊക്കെ തമ്മിലാ? അപ്പോഴും CPM-ന്റെ വോട്ട് എത്ര നിന്നു? 50,000 വോട്ടായി നിന്നു. സ്മൃതി പറയൂ. 2011 കാര്യം പറയൂ. 2011 കാര്യം പറയൂ. ഡീലാണെങ്കിൽ 2011 കാര്യം പറയൂ. 2011 ശിവൻകുട്ടി എങ്ങനെയാണ് ജയിക്കുന്നത്? 2011 കഥയത്. ശരി, അപ്പൊ 2021 കാര്യം പറയൂ. 2016 വരുമ്പോൾ സംഭവിച്ചത് എന്താ? 2016 അങ്ങനെ രാജഗോപാൽ കേൾക്കൂ. അതിനുശേഷം സംഭവിച്ചത് സ്മൃതി കേൾക്കൂ. 2011 അങ്ങനെ ചാരുവാറ രവിയെ നിർത്തി 20,000 വോട്ടായിട്ട് കുറച്ചു. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കണ്ടേ കോൺഗ്രസ്? 2016 കോൺഗ്രസ് തിരിച്ച് സ്ഥാനാർത്ഥി നിർത്തിയില്ല. പകരം ആർക്ക് കൊടുത്തു? സുരേന്ദ്രൻപിള്ളയ്ക്ക് കൊടുത്തു. സുരേന്ദ്രൻപിള്ള കോൺഗ്രസ് ആണോ? അല്ല. സുരേന്ദ്രൻപിള്ളയ്ക്ക് എത്ര കിട്ടിയത്? JDU-വിൽ അന്ന് 20,000 ചാരുവാറ രവിക്ക് കിട്ടിയെങ്കിൽ 13,000 കുറഞ്ഞു. ആരുടെ വോട്ട് കൂടി? BJP-യുടെ വോട്ട് കൂടി. ആര് നിയമസഭയിലെത്തി? രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തി. അന്ന് CPM-ന്റെ എത്ര വോട്ട്? 59,000 വോട്ട് വർദ്ധിപ്പിച്ചു നിയമത്ത്. വോട്ട് ആരുടെ പോയി? UDF-ന്റെ പോയി. നിയമസഭയിലേക്ക് ആരെത്തി? BJP എത്തി. അതല്ലേ നിയമത്ത് സംഭവിച്ചത്? ഇനി 2021 കുമ്മനം രാജശേഖരന്റെ വോട്ട് 51,000-ആയി നിലനിന്നു. പക്ഷെ അപ്പോഴും ശിവൻകുട്ടി 55,000-ആയിട്ട് വോട്ട് വർദ്ധിപ്പിച്ചു. K. മുരളീധരൻ 36,000-ആയിട്ട് വോട്ട് വർദ്ധിപ്പിച്ചു. ഇതല്ലേ യഥാർത്ഥത്തിൽ നിയമത്തിൽ സംഭവിച്ചത്? ശരി, അത് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയത് ഒരു പിഴവായിരുന്നു എന്ന തിരിച്ചറിവിൽ പിന്നീട് മുരളീധരനെ നിർത്തിക്കൊണ്ട് ശക്തമായ മത്സരം കാഴ്ചവെച്ചപ്പോഴാണ് ശിവൻകുട്ടിക്ക് വിജയമുണ്ടായത്. ഇതാണ് കോൺഗ്രസ് പറയുന്ന വാദം. നിർത്തി എന്നതാണ് പ്രശ്നം. ഘടകകക്ഷികളാണ് നേരത്തെ കൊടുക്കുന്നത്. ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി. പ്രശ്നം വരുന്നത് കോൺഗ്രസ് ദുർബല അതെ, മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് അത് 2011 അല്ലെ? 2011-ലും ഘടകകക്ഷി നിൽക്കുന്നു, 2016-ലും ഘടകകക്ഷി നിൽക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അവിടെ ഒരു വിജയ സാധ്യത അത്രയേ കോൺഗ്രസ് കണ്ടിരുന്നുള്ളൂ എന്നുള്ളതാണ്.
BJP 2016 ശരിയാണ് നേട്ടമുണ്ടാക്കി. അതിനുശേഷം ആ തിരിച്ചറിവ് വരുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ അത് തിരുത്തുന്നുണ്ട്. കെ മുരളീധരനെ നിർത്തിക്കൊണ്ട് തിരുത്തുന്നുണ്ട്, മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അവിടെ 36,000 വോട്ട് എങ്ങനെ പിടിച്ചു? പിന്നെ മുരളീധരൻ ഈ പുനർനിർണയം നടത്തിയ മണ്ഡലത്തിൽ എങ്ങനെ പിടിച്ചു? ഇത് കിട്ടില്ലേ 2011-ൽ? 2016-ൽ രാജഗോപാൽ വരുന്നത് ഒഴിവാക്കാമായിരുന്നില്ലേ? എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് നിർത്തിയില്ല? വൈ? അല്ല, അത് ഡീലാണ് എങ്കിൽ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ പറയുന്ന ഡീലൊക്കെ അങ്ങൊന്ന് വിശദീകരിക്കേണ്ടി വരും. അത് ഡീലാണെങ്കിൽ ഇപ്പോൾ പറയുന്ന മുഴുവൻ ഡീലും ഏത് ഡീൽ? ഒരു ഡീൽ കൂടി ഞാൻ പറയാം. റാന്നിയില് കേക്കൂ റാന്നിയിൽ പോയിട്ട് നിങ്ങൾ BJP സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്കൂ. UDF സ്ഥാനാർത്ഥി എന്താ പറയുന്നത്? റാന്നിയിൽ ഡീൽ ഉണ്ടെന്നാണോ സ്മൃതി? എനിക്കറിയില്ല ഇവിടെ ഡീലുണ്ടോ എന്നുള്ളത്. UDF സ്ഥാനാർത്ഥി പറയാ. അവിടുത്തെ ഡീൽ എന്താ? കോന്നിയിലെ ഡീൽ എന്നുള്ളത് പരമ്പരാഗതമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അടൂർ പ്രകാശ് ആ മണ്ഡലത്തിൽ വിജയിക്കുന്നതിന്റെ രാഷ്ട്രീയ സമവാക്യം എന്താണെന്ന് അറിയാലോ? അത് നാളെ ഞാൻ വിശദീകരിക്കാം. നാളെ കോന്നിയിലെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ പരിഗണന വരുമ്പോൾ വട്ടിയൂർക്കാവിൽ തോൽപ്പിക്കുന്നത് കെ മുരളീധരനാണ് അല്ലേ? നേമത്ത് കുമ്മനം തോൽക്കുന്നത് എങ്ങനെയാണ് 2021-ൽ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ BJPക്കെതിരെ ആ രൂപത്തിൽ കോൺഗ്രസിനെ നിർത്തുന്നുണ്ട്. പറയൂ. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നിന്നുകൊണ്ടാണ് കുമ്മനത്തെ തോൽപ്പിക്കുന്നത് അല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, എത്രയിടത്ത് CPM-ന്റെ ശക്തമായ മത്സരങ്ങളുള്ള ഇടത്ത് BDJS-ഉം 2020-യും സ്ഥാനാർത്ഥികളായി വരുന്നു എന്നുള്ളതാണ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം. അതിന് മറുപടി പറയാതെ നേരെ നേമത്തേക്കും ഡൽഹിയിലേക്കും പോയാൽ മറുപടിയാകും. അത് ചോദിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ എടുത്താ. രാജീവ് ചന്ദ്രശേഖരൻ അരുൺ അനിരുദ്ധനെ നിർത്തിയത് 2020-ക്ക് റാന്നിയിലും കോന്നിയിലും ഒക്കെ സ്ഥാനാർത്ഥികൾ വരുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ശബരിമല പ്രധാനപ്പെട്ട വിഷയമായി BJP നടത്തുമ്പോൾ ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമല്ല എന്ന് പറഞ്ഞ 2020 അവിടെ നിൽക്കുന്ന ആരെ സഹായിക്കാനാണെന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. അതാണ് സ്മൃതി. സ്മൃതി അവിടെയാണ് ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടത്. ആലപ്പുഴയിൽ എന്താ അരുൺ അനിരുദ്ധനെ നിർത്തിയത്? എന്താ അനൂപ് ആന്റണി അവിടെ നിന്ന് പോയത്? അരുൺ അനിരുദ്ധനെ സ്മൃതിക്ക് അറിയാവോ? ശക്തനായ സ്ഥാനാർത്ഥിയാണോ? അതെന്താ അമ്പലപ്പുഴയിലെ അടിയൊഴുക്ക്? അമ്പലപ്പുഴയില് അത്രയേ ഉള്ളൂ സ്മൃതി. എന്താണ് അമ്പലപ്പുഴയില്? അമ്പലപ്പുഴയിൽ എന്തുകൊണ്ടാണ് BJP ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? താങ്കൾ പറഞ്ഞല്ലോ കോന്നിയിൽ എന്തുകൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, BJP എന്തൊരു ഘടകകക്ഷിക്ക് കൊടുത്തു എന്ന്. BJP തന്നെ BJPക്ക് നല്ല വോട്ടുകൾ കിട്ടാൻ സാധ്യതയുള്ള കിട്ടിക്കൊണ്ടിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ തൃപ്പൂണിത്തുറ അടക്കമുള്ള സ്ഥലങ്ങളിൽ 2020 എങ്ങനെയാണ് വരുന്നത്? തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, കൊടുങ്ങല്ലൂരിൽ അവിടെ കുപ്പായം തേപ്പിച്ച് നിൽക്കുന്ന അവിടെ 2020 വരുന്നത് ആരെ സഹായിക്കാനാണ്? VN വാസവന്റെ മണ്ഡലത്തിൽ 2020 എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാകുന്നത്? അതാണ് എന്റെ ചോദ്യം. BJP അവരുടെ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്നതിന് മറുപടി CPM-ന്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്നാണോ മറുപടി പറയുന്നത്? ശക്തനായ സ്ഥാനാർത്ഥികൾ BJP ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അതിനുള്ള മറുപടി വേണം. അതിനുള്ള മറുപടി സ്മൃതി എന്റെ സംശയമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും BJPക്കുമല്ലേ ഒരു നിലപാടുള്ളത്? CPM-നും BJPക്കും തമ്മിലല്ലല്ലോ. അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇവിടെ BJP ഇപ്പോൾ ഈ റാന്നിയിൽ അവിടെ 2020 സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആ 2020 സ്ഥാനാർത്ഥി ശബരിമല ഞങ്ങൾക്ക് വിഷയമേ അല്ല എന്ന് പറയുകയും ചെയ്യുന്നതിൽ അങ്ങേക്ക് ഒരു സംശയവും തോന്നുന്നില്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അല്ലല്ല, എനിക്ക് സംശയമുണ്ട്. അവിടെയാണ് സ്മൃതി അതിനകത്ത് ബോധപൂർവ്വം മറന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ വന്നാൽ ഭരണവിരുദ്ധ വികാരം ആർക്ക് അനുകൂലമായിട്ട് തീരും? കോൺഗ്രസ് അനുകൂലമായിട്ട് തീരുമോ, LDF-ന് അനുകൂലമായിട്ട് തീരുമോ? എന്താ അങ്ങേക്ക് തോന്നുന്നത്? ഭരണവിരുദ്ധ അങ്ങേക്ക് എന്താ തോന്നുന്നത്? ശബരിമല വിഷയം അവിടെ ഉന്നയിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കും. കോമൺ സെൻസ് അല്ലേ സ്മൃതി? കോമൺ സെൻസിൽ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ എന്ത് സംഭവിക്കും? ഞാൻ വിശ്വസിക്കുന്നു കോന്നിയിൽ അല്ലെങ്കിൽ റാന്നിയിൽ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 2020 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതൊരു കോൺഗ്രസ് NDA ഡീലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്മൃതി ഖണ്ഡിക്കും? എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങയുടെ വാദം എങ്ങനെയാണ് ശരിയാവുക എന്ന്.
CPM-ന്റെ ശക്തമായ സ്ഥാനാർത്ഥികളുള്ള സിമ്പിൾ ഇടത്ത് ലോജിക്കാ. ദുർബലരെ നിങ്ങൾ രണ്ടുപേരും എതിർക്കുന്നത് CPM-നെ, രണ്ടുപേരും എതിർക്കുന്നത് CPM-നെ. ഭരണവിരുദ്ധ വികാര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാതിരിക്കാൻ ഒരാൾ ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തി ഈ വോട്ടുകൾ ഏകീകരിക്കും. അതല്ലേ കോമൺ സെൻസ്, അതല്ലേ പൊളിറ്റിക്സിൽ സംഭവിക്കുന്നത്. ശരി, അപ്പൊ അങ്ങയുടെ വാദം മറുപടിയായി എന്നുള്ളതാണ്. അതിന് ദുർബലരായ സ്ഥാനാർത്ഥി വേണം. അത് കോൺഗ്രസിന് തന്ത്രമാണെന്ന് പറഞ്ഞാൽ 7 മണ്ഡലങ്ങൾക്ക് മറുപടി എങ്ങനെ വിശദീകരിക്കും? ശരി, എന്റെ എഴുത്തിൽ ഞാൻ പറഞ്ഞോളാം. മറുപടിയായോ എന്നുള്ളതാണ് ചോദ്യം. ശരി, ഡീലാണോ, ഡീലിനകത്തെ ഡീലാണോ എന്നൊന്നും വ്യക്തമല്ല. 2 ദിവസം മുൻപാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാലക്കാട് മണ്ഡലത്തിൽ ഡീലുണ്ടെന്ന് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞു 10 മണ്ഡലങ്ങളിൽ ഡീലുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് 4 മണ്ഡലങ്ങളിൽ കൂടി ഡീലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് ഡീൽ എന്നത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടില്ല. KC വേണുഗോപാലും വ്യക്തമാക്കിയിട്ടില്ല. ഡീൽ എന്ന് പറയുകയാണ്. അതായാലും ഈ ഡീൽ എന്നുള്ള ഈ ഒരു വാദം അല്ലെങ്കിൽ വിവാദം ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി UDF-ലേക്ക് എത്തിക്കുക. UDF-ലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് CPM-ഉം BJP-യും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് ഡീലുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അതിന് പാലക്കാടാണ് ആദ്യത്തെ മണ്ഡലമായി, പ്രധാനപ്പെട്ട മണ്ഡലമായി UDF ഉയർത്തിക്കാട്ടുന്നത്. പാലക്കാട് എന്താണ് ഒരു LDF-ന് അവരുടെ പാർട്ടി, അവരുടെ സംഘടന ഒരു സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിച്ച് നിർത്തുന്നത് ഒരു ഡീലാണ് എന്ന് ആരോപിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. BJP-യെ സംബന്ധിച്ച് ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തണം എന്നാണ് UDF-ന്റെ തീരുമാനമെങ്കിൽ അവിടെ രമേശ് പിഷാരടി എന്ന സിനിമാ നടനാണോ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്നതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. നേരത്തെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത് വലിയ ചർച്ചയാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സിനിമാ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണല്ലോ. ഇക്കഴിഞ്ഞ അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സിനിമാ നടൻ കൂടിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. ആകെ 506 അംഗങ്ങളാണ് അമ്മയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന 11 പേരാണ് ഈ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പൊക്കെ വേറെ രീതിയിലാണ് കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ വിളിച്ച് അവിടെ മമ്മൂട്ടിയെ ഞാനിവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ രമേശ് പിഷാരടിയുടെ പ്രചരണം പാലക്കാട്ട് നടക്കുന്നത്. മമ്മൂട്ടിയെ വിജയിച്ചാൽ മമ്മൂട്ടിയെ പാലക്കാട്ട് കൊണ്ടുവരും എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്. മമ്മൂട്ടി വീഡിയോ കോൾ വിളിക്കുന്നത് അവിടെ ആളുകളെയൊക്കെ കാണിച്ചാണ് പ്രചരണം നടക്കുന്നത്. ഷാഫി പറമ്പിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോ ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ മമ്മൂട്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ അമ്മ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി ജയിക്കില്ലായിരുന്നു. ആരാണ് അമ്മയെ നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയുള്ള വലിയ നടന്മാരാണ് അമ്മയുടെ നിയന്ത്രണത്തിലുള്ളതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പം മമ്മൂട്ടിയെ പോലെ ഒരാളുടെ വലിയ ബാക്കപ്പ് ഉള്ള ഒരാളാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു രമേശ് പിഷാരടി ഇക്കഴിഞ്ഞ അമ്മ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാതിരുന്നത്? ദയനീയമായാണ് പരാജയപ്പെട്ടത്. രമേശ് പിഷാരടി എല്ലാവർക്കും അറിയാലോ, 506 അംഗങ്ങൾ മാത്രമുള്ള ഈ ഒരു അമ്മ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ട ഒരാളെയാണ് സിനിമാ മേഖലയിൽ നിന്ന് കൊണ്ടുവന്ന് പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കരുത്തയായ BJP-യുടെ സ്ഥാനാർത്ഥിയെ നേരിടാൻ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയാക്കുന്നത്. അവിടെ NMR റസാഖ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ വ്യവസായിയെ, ഹോട്ടൽ വ്യാപാരിയെ LDF സ്ഥാനാർത്ഥിയാക്കി. അതിൽ ഇത്രയേ ഉള്ളൂ ലോജിക്. അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF എത്രയോ നാളായി അവിടെ LDF 3-ാം സ്ഥാനത്താണ്. അവിടെ നിന്ന് LDF 2-ാം സ്ഥാനത്തേക്ക് വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം വെച്ച് പരിശോധിക്കുമ്പോൾ വെറും 5000-6000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ 1-ാം സ്ഥാനത്തുള്ള UDF-ഉം 2-ാം സ്ഥാനത്തുള്ള LDF-ഉം തമ്മിൽ. അവിടെ ഒരു 5000-6000 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ NMR റസാഖിന് പാലക്കാട്ട് വിജയിക്കാനാകും. അപ്പോൾ വിജയസാധ്യതയുണ്ടെങ്കിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? അല്ല, അത് CPM-ന്റെ തീരുമാനമല്ലേ. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു ഇടത് സഹയാത്രികനായ NMR റസാഖിനെ കൊണ്ടുവന്നു. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്നതാണ് നിർബന്ധം. നേരത്തെ സരിൻ മത്സരിച്ച് പാർട്ടി ചിഹ്നത്തിലാണോ? അല്ലല്ലോ. അപ്പം നേരത്തെ രാഹുൽ മാങ്കൂട്ടം അവിടെ ബൈ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ അല്ല, ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവെന്താണ്. അവിടെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഗുണം ചെയ്യും എന്നത് LDF-ന്റെ ഒരു തീരുമാനമാണ്. അവരുടെ പാർട്ടി തീരുമാനം. പാടില്ല ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞില്ലല്ലോ.
കോൺഗ്രസ് എന്തുകൊണ്ട് അവിടെ ഒരു ഡീൽ ആരോപണം LDF ഉന്നയിച്ചോ? അവിടെ ഒരു ഡീൽ ആരോപണം CPM പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ഡീൽ ആരോപണം CPM പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, എവിടെയെങ്കിലും ഒരു ഡീൽ ആരോപണം CPM പറഞ്ഞിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഡീൽ ആരോപണം എന്നൊരു നറേഷൻ കൊണ്ടുവന്ന് ഒരു അജണ്ട സെറ്റ് ചെയ്യാനാണല്ലോ 2 ദിവസം മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രമിച്ചതാണോ? ഞാൻ പറയട്ടെ, അങ്ങ് ഡീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി ചോദിച്ചില്ലല്ലോ. ഞാൻ അങ്ങ് എന്തുകൊണ്ട് രമേശ് പിഷാരടി എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് പറയുന്നു, ഇപ്പം സ്മൃതി മാഡം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് പറയുന്നു, അത് CPM-ന്റെ തീരുമാനമല്ലേ. ഒരു അതേപോലെ ഒരു ഉണ്ടാവില്ലേ? ഉണ്ടാവും, സ്വാഭാവികമായും ഉണ്ടാവും. അത്രേ ഉള്ളൂ, ഒരു സംശയമില്ല. കോൺഗ്രസിനും ആരെ വേണമെങ്കിലും നിർത്താം, അവരുടെ പാർട്ടിക്ക് തോന്നുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാം. പക്ഷേ ആ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ മറ്റുള്ളവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അത് ഡീലാണെന്ന് പറയരുത്. അത് ഡീലാണെന്ന് പറയുകയും NMR റസാഖ് സ്ഥാനാർത്ഥിയാകുമ്പോൾ മാത്രം ഡീൽ, രമേശ് പിഷാരടി മാത്രം. അത് കൃത്യമായിട്ട് ഏതൊക്കെ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിച്ചാൽ പകരം 10 പിന്തുണ എന്നുള്ളതാണ്. ആ പിന്തുണ എവിടേക്ക് എന്നുള്ളതാണ് ഈ സൂചന. അത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി കൂടി ആയിക്കൂടെ? അങ്ങനെയല്ലോ, കോൺഗ്രസിനെ സഹായിക്കാന്നല്ലോ പറയാ. CPM-ന് അല്ല, കോൺഗ്രസിനെ സഹായിക്കാൻ. അപ്പോഴെന്തുകൊണ്ടാണ് നേമത്ത് എന്തുകൊണ്ടാണ് K മുരളീധരൻ വരാത്തത്? നേമത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ അവിടെ BJP പരാജയപ്പെടുത്താലോ? എന്തുകൊണ്ടാണ് വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും ശക്തമായി മത്സരിക്കുന്ന കഴക്കൂട്ടത്ത് എന്തുകൊണ്ടാണ് ശരത്ചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്? മോശം സ്ഥാനാർത്ഥിയാണെന്ന് അവർ കരുതുന്നില്ല. ഇല്ല, അപ്പൊ NMR റസാഖ് മോശം സ്ഥാനാർത്ഥിയാണെന്ന് LDF അല്ലല്ലേ? NMR റസാഖ് അപ്പൊ മോശം സ്ഥാനാർത്ഥിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അവിടെ ഒരു നയം, ഇവിടെ ഒരു നയം. ഇപ്പോൾ NMR റസാഖ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞാൻ പറയാലോ, പറളി, അതുപോലെ തന്നെ പ്യാരി, പറളി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലത്തിന്റെ പേര് ഞാൻ മറന്നു. അപ്പൊ അവിടെ അവിടെ പിരായിരിയിൽ 6000 വോട്ടിന്റെ ലീഡാണ് UDF-നുള്ളത്. 6000 വോട്ടിന്റെ ലീഡ്. ആ ലീഡ് 3000 വോട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, 3000 വോട്ടിലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കും LDF-നെ സംബന്ധിച്ച് പാലക്കാട് മണ്ഡലത്തിൽ. നോക്കാം, അവിടെ NMR റസാഖിലൂടെ ഇവരുടെ പ്രധാനപ്പെട്ട CPM-ന്റെ LDF-ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ 36,000 മുതൽ 37,000 വരെ പാർട്ടി വോട്ടുണ്ട്. അത് സരിൻ മത്സരിച്ചപ്പോഴും കിട്ടിയിട്ടുണ്ട്, അതിന് മുൻപുള്ള സ്ഥാനാർത്ഥിക്കും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് പെർസെൻറ്റേജ് നോക്കിയാൽ ഏതാണ്ട് 36,000 മുതൽ 37,000 വരെ കൃത്യമായ CPM-ന്റെ വോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5,000-6,000 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 40,000-ന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5,000-6,000 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലം LDF-ന് സ്വന്തമാക്കാൻ കഴിയും. അതാണ് LDF-ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷ് ആണല്ലോ UDF സ്ഥാനാർത്ഥി. എന്തുകൊണ്ടാണ് മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത്? അത് വിസ്മയ സ്ഥാനാർത്ഥിയാകാം, പക്ഷേ പ്രഭാകരനാണ് അവിടുത്തെ മലമ്പുഴ മണ്ഡലം. VS അച്യുതാനന്ദൻ്റെ മണ്ഡലമായിരുന്നു. VS അച്യുതാനന്ദൻ്റെ ഏതാണ്ട് 70,000-ലധികം വോട്ട് നേടി അവിടെ തുടർച്ചയായി വിജയിച്ചു വന്ന മണ്ഡലമാണല്ലോ. VS-ന് ശേഷമാണ് അവിടെ പ്രഭാകരൻ സ്ഥാനാർത്ഥിയാകുന്നത്, വിജയിക്കുന്നത്. അവിടെ C കൃഷ്ണകുമാറാണ് BJP-യുടെ സ്ഥാനാർത്ഥി, ശക്തനായ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് അവിടെ ശക്തനായൊരു UDF സ്ഥാനാർത്ഥി വരാത്തത്, കോൺഗ്രസ് സ്ഥാനാർത്ഥി വരാത്തത്? അവിടെ എന്തുകൊണ്ടാണ് ഒരു വിസ്മയ സ്ഥാനാർത്ഥി സുരേഷിനെ നിർത്തി അവിടെ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിർന്നത്? അപ്പോൾ സ്ഥിരമായി ആരാണ് ജയിക്കാറ്? അവിടെ LDF ആണ് ജയിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലം പിടിക്കാൻ എന്തുകൊണ്ടാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്താത്തത് UDF? അത് ശക്തനാണ് എന്നുള്ളതും അത് VS-മായി ബന്ധമുള്ള ഒരാൾ തന്നെ അവിടെ വരുന്നു എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയത്തിൽ പറയുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ മഞ്ചേശ്വരത്ത് മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നു. BJP-ക്ക് ഗുണമാവുക ഇതേ പാലക്കാട്ടെ ലോജിക്കല്ലേ മലമ്പുഴയിലും? ഇത് അവിടെ വോട്ട് ലോജിക്കാണോ മലമ്പുഴയില്? ഇത് മുസ്ലിം വോട്ട്, ന്യൂനപക്ഷ വോട്ട് ഭിന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന വാദം. പാലക്കാട് ന്യൂനപക്ഷ വോട്ട് മലമ്പുഴയിൽ ജയിക്കുന്നത് LDF. അവിടെ LDF-ന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനല്ലേ സുരേഷിനെ നിർത്തിയിരിക്കുന്നത്? അപ്പൊ LDF-ന്റെ വോട്ട് ഭിന്നിപ്പിച്ചാൽ ഗുണമാകും. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഇടങ്ങളിൽ അസ്വാഭാവികതയാണ് ചർച്ച ചെയ്യുന്നത്. സുരേഷ് പ്രചരണത്തിലൊക്കെ പറയുന്നത് മലമ്പുഴയിൽ സുരേഷ് പറയുന്നത് അദ്ദേഹത്തെ സഖാവെ എന്ന് വിളിച്ചാണ്. കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് CPM പറയുന്നത്. അതുകൊണ്ടാണ് CPM-ന്റെ വോട്ട് ഭിന്നിച്ചാൽ ഗുണം BJP-ക്കാ മലമ്പുഴയിൽ. അങ്ങനെ പറഞ്ഞോ CPM? പറഞ്ഞോ അങ്ങനെ CPM മറുപടി പറഞ്ഞു?
എന്തിനാ പിന്നെ നിയമത്തിൽ ഒതുങ്ങിയത്? വാർത്താ സമ്മേളനത്തിൽ കേട്ടില്ലല്ലോ. AK ബാലൻ പറഞ്ഞല്ലോ. AK ബാലൻ വേറെ ചിലതാണ് പറഞ്ഞത്. AK ബാലൻ ഡിക്ഷണറി ആയിട്ടാണ് വന്നത്. AK ബാലൻ ഡിക്ഷണറി ആയിട്ടാണ് വന്നത്. ഡീലിന്റെ മറുപടി വരുമ്പോൾ അങ്ങനെ ഇത്രയും ശക്തമായ ഒരു വാദമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുഖ്യമന്ത്രിക്ക് പറയാൻ സുരേഷിന് മലമ്പുഴയിൽ ജയിക്കാൻ കഴിയില്ലെന്ന് സ്മൃതിക്ക് അറിയാമല്ലോ. അപ്പോ LDF തോറ്റ ജയിക്കാൻ ഞാൻ പറയാൻ ആളല്ല, ആരും ജയിക്കും ആരും തോൽക്കുന്നു പാലക്കാട് ഡീൽ ഉണ്ടെങ്കിൽ സ്മൃതി മലമ്പുഴയിലും ഡീലുണ്ട്. ശരി, നാളെ CPM-കാർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കണം. അതൊന്ന് പ്രധാന വാദമായി ഉന്നയിക്കാൻ ഇടവേളയിലേക്ക് പോകണം. ഇനി തീർന്നില്ല. മഞ്ചേശ്വരം, മഞ്ചേശ്വരം, കാസർഗോഡ്, അതാണ് അടുത്ത UDF ആരോപിക്കുന്ന ഡീൽ ആരോപണം. മഞ്ചേശ്വരത്ത് എന്താണ്? മഞ്ചേശ്വരത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പറയുന്നതാണ് ഡീൽ ആരോപണമെന്ന് UDF ആരോപിക്കുന്നത്. മഞ്ചേശ്വരത്ത് അവിടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനാണ് ഇത്തവണ അവിടെ ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ അവിടെ BJP വിജയിക്കാൻ പാടില്ല എന്നുള്ള അവിടെ പ്രാദേശികമായ എതിർപ്പുണ്ട്. പ്രകടനം വരെ നടന്നു. DYFയുടെ പ്രകടനം ഉണ്ടായിരുന്നു, അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിഷേധമുള്ള ഒരാളെ തന്നെ അവിടെ നിർത്തുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമുണ്ട്. അവിടെ ജയാനന്ദ അവിടെ നല്ല വോട്ട് പിടിക്കും എന്നാണ് ഇപ്പോ LDF പ്രാദേശികമായി ചില മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തത്തിൽ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. അതായിരുന്നു CPM-ന്റെ ലോജിക് എന്ന് പറയുന്ന മഞ്ചേശ്വരത്ത് അവിടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല. അത് ഭിന്നിക്കുന്നതിലൂടെ മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രന് അനുകൂലമാകാൻ പാടില്ല എന്നൊരു നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. ഏതായാലും ഞാൻ ഇന്ന് മൊത്തത്തിൽ ഈ ഡീൽ ആരോപണം കഴിഞ്ഞ 3 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഡീൽ ആരോപണം എന്ന് പറയുന്നത്. പൊളിറ്റിക്സ്, രാഷ്ട്രീയം ഇതുവരെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഈ കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യാൻ ഇതുവരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തയ്യാറാകാത്തത്? കഴിഞ്ഞ 10 വർഷം ഈ കേരളം ഭരിച്ച സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഇനി മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, എന്താണ് നിങ്ങളുടെ ബദൽ, എന്താണ് നിങ്ങളുടെ വികസന ബദൽ, എന്താണ് ഈ സംസ്ഥാനത്തിന് വേണ്ടത്? അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ ഡീൽ എന്നുള്ള ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി കിട്ടിയില്ലെങ്കിൽ വിജയിക്കില്ല എന്നുള്ള ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഭർത്താവ് 2020 സ്ഥാനാർത്ഥിയാണ് കൊടുങ്ങല്ലൂരിൽ. സണ്ണി ജോസഫിന്റെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സഹോദരൻ സജീവ് ജോസഫ് BJP-യിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഭർത്താവ് എന്ന് പറയുന്നത് തെറ്റല്ലേ? അങ്ങനെ പറയുന്നത് ശരിയാണോ? അവര് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് BJP സ്ഥാനാർത്ഥികളും BJP അനുഭവമുള്ള സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഡീലിന്റെ ഭാഗമാണ് എന്ന ആക്ഷേപം ഉയർന്നാൽ അത് എത്രത്തോളം ശരിയാണ്? അപ്പോൾ ഡീലിൽ നിന്ന് മാറി നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കണം. ഇന്നലെ നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സ് തുടങ്ങിയ സമയത്ത് 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അതായത് ആ വിഷയത്തിനപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ടാണ് ചർച്ച തുടങ്ങിയത്. അതിൽ ഒരു കാര്യം ഇന്നുകൂടി പരാമർശിക്കണം എന്ന് തോന്നുന്നു. അത് B. ഗോപാലകൃഷ്ണൻ ഇന്നലെ നടത്തിയ പരാമർശത്തിന് ഇന്ന് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ അതിന് ഒരു ന്യായീകരണം നൽകിയിട്ടുണ്ട്. ആ ന്യായീകരണം എന്ന് പറയുന്നത് വത്തിക്കാനിൽ മറ്റൊരു മതസ്ഥൻ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യവും മക്കയിൽ മറ്റൊരു പ്രതിനിധി ഉണ്ടാകുന്നു എന്നുള്ളത്. ഇത് രണ്ടും മതാടിസ്ഥാനത്തിലുള്ള 2 മേഖലകളാണ്. അപ്പോൾ മതരാഷ്ട്രം എന്ന് പറയുന്നതാണ് എന്ന് ഉപബോധ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നിട്ടാണോ ഇവിടെ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അങ്ങനെ ഒരു ആൾ വേണം എന്ന് ഒരു പ്രതികരണം നടത്തുന്നത് ബോധ മനസ്സിൽ നിന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ബോധം അവിടെ ആപ്ലിക്കബിൾ അല്ലല്ലോ. അതുകൊണ്ട് ഒരു പക്ഷേ അബോധ മനസ്സിലൊരു മതരാഷ്ട്ര സിദ്ധാന്തം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ B. ഗോപാലകൃഷ്ണനെ ഒറ്റയ്ക്ക് കുറ്റം പറയാനും കഴിയില്ല. യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു മനസ്ഥിതി, ഒരു മെൻറ്റാലിറ്റി അതങ്ങനെ സെറ്റായി പോയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഇന്നലെ അത് പറഞ്ഞതുകൊണ്ടാണ് തുടക്കത്തിൽ ഇത് പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചത്. ഇനി ഡീൽ നോക്കൂ, ഞാൻ 2 ദിവസം നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറയുന്നത് സംസ്ഥാനത്ത് അത്തരത്തിൽ ഡീൽ ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ.
ഡീലുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്ന ആരോപണങ്ങളെയും ആ ആരോപണങ്ങളുടെ സാധ്യതകളെയും കുറിച്ചാണ് ഞാൻ ഈ 3 ദിവസവും സംസാരിച്ചത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഡീൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ നിലയ്ക്ക് വോട്ട് കച്ചവടം നടത്താൻ കഴിയുന്ന തരത്തിൽ മനുഷ്യന്മാരെ അവരുടെ ഈ ജനാധിപത്യ വ്യവസ്ഥയിലെ ഇടപെടലുകളെ വിലയ്ക്ക് വാങ്ങാനും മറിച്ചു കൊടുക്കാനും കഴിയുന്ന അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൈയാളുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, നോക്കൂ, ഈ 91-ലെ കോലീബി സഖ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോഴും ചരിത്രപരമായി പഠിക്കുകയാണ്. ആരൊക്കെ എവിടെയൊക്കെ ചർച്ച നടത്തി എന്നുള്ളത് നമ്മുടെ മുന്നിൽ വളരെ വെളിവാക്കപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കാലത്ത് ഒരു ഓഡിയോ ലീക്കായിട്ടില്ല. ഈ കണ്ട ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഒരു ഓഡിയോ ലീക്കായിട്ടില്ല, ഒരു ചാറ്റ് ലീക്കായിട്ടില്ല, എവിടെയെങ്കിലും ഒരുമിച്ചിരുന്നതായി ബന്ധപ്പെട്ട് ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് ആരോപണം എന്ന നിലയ്ക്ക് ആണ് ഞാനതിനെ പരിഗണിക്കുന്നത്. ഡീൽ നടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് 5 മണ്ഡലങ്ങളുടെ കാര്യമാണ് പറയുന്നത്. റാന്നി, കോന്നി, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്. ഈ മണ്ഡലങ്ങളുടെ സവിശേഷതകളും സാഹചര്യങ്ങളും നിങ്ങൾ എല്ലാവരും ആളാം പ്രതി പറഞ്ഞതാണ്. ഇനിയും അത് ആവർത്തന വിരസത ഒഴിവാക്കുകയാണ് ഞാൻ. പക്ഷേ അവിടെ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? റാന്നിയിലെ സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ, അദ്ദേഹം ഒരു പുത്തൻ രാഷ്ട്രീയക്കാരനാണ്. സ്വാഭാവികമായും 2020 സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹം ഒരു പുത്തൻ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം പറയുന്നൊരു നിലപാട് എന്താണെന്നറിയാമോ? റാന്നിയിൽ ആ മണ്ഡലത്തിൽ ശബരിമല വിഷയം ചർച്ചയാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയാണ്. റാന്നിയിൽ ശബരിമല വിഷയം ചർച്ചയാകില്ല എന്ന് തോമസ് കെ സാമുവൽ പറയുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെയും BJPയുടെ നിലപാടെന്താ? ശബരിമല വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും 140 മണ്ഡലങ്ങളിലും ചർച്ചയാകുമെന്നുള്ളതാണല്ലോ BJPയുടെ നിലപാട്. BJP നേതൃത്വം നൽകുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് 2020 സ്ഥാനാർത്ഥി ഈ തോമസ് കെ സാമുവൽ. അദ്ദേഹം പറയുന്നത് ശബരിമലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ റാന്നിയിൽ ഈ വിഷയമേ ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ അങ്ങനെ പോലും രാഷ്ട്രീയം അറിയാത്ത ഒരാളെയാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നതുപോലും അറിയാത്ത ഒരാളെയാണ് അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയം അറിയാത്ത കാൻഡിഡേറ്റ്, ദുർബലനായ കാൻഡിഡേറ്റ് എന്നൊക്കെ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിലാർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം എന്നതൊരു ചോദ്യം എനിക്ക് മുന്നോട്ട് വെക്കാൻ താല്പര്യമുണ്ട്. ഇനി പിഷാരടി ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല, അതാണല്ലോ വാദം. പിഷാരടി ഒരു അരസംഖ്യയാണെന്ന് പാലക്കാട്ടെ CPM നേതാവ് പറഞ്ഞു. അതായത് കോൺഗ്രസ്സുകാരനാണെന്ന് സമ്മതിച്ചു കൊടുക്കില്ല. പക്ഷെ അദ്ദേഹം ഈ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് സമ്മതിച്ചു കൊടുക്കില്ല. സംഘിപ്പെട്ട നേരത്തെ കൊടുത്തു. ഇത് എവിടെയാണ് ഈ സീലെടുത്ത് വെച്ചിരിക്കുന്നത്? ഈ ചാപ്പ കുത്താൻ ആളുകളുടെ നെറ്റിക്ക് എവിടെയാണ്? നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുകയും പലസ്തീൻ വിഷയത്തിൽ BJP പറയുന്ന അതേ നിലപാട് പറയുകയും ചെയ്യുന്ന ഒരാളെ സംഖ്യ എന്നല്ലാതെ വേറെന്ത് പറയും? അദ്ദേഹം പലസ്തീനിലെ ചെറിയ കുട്ടികളടക്കം അവിടുത്തെ ആ ഒരു സംഘർഷം എന്തിനാണ് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത സമയം കളയുന്നത്? ഒരു മനുഷ്യനോട് ആ പോയിന്റ് ഞാൻ എടുത്തു അങ്ങ് പറയാൻ ഉദ്ദേശം. അങ്ങ് നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ്, അത് ആവർത്തനമാണല്ലോ. അപ്പൊ ഞാനത് എടുത്തു. അപ്പൊ അരസംഖ്യയാണ്, സമ്മതിച്ചു. അതായത് BJPയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ 2 തവണ പറഞ്ഞതുകൊണ്ട് പിഷാരടി അരസംഖ്യയാണെന്നേ. കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന എത്ര നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്? ഒരു കോൺഗ്രസ്സുകാരന്റെ വില കൊടുത്തൂടെ? കോമാളി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു പകുതി കോൺഗ്രസ്സുകാരനാണെന്ന് സമ്മതിച്ചു കൊടുക്കാമല്ലോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. വിളിച്ചത് തെറ്റാണ്. അത് നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ശക്തമായി തള്ളി പറഞ്ഞു. അല്ല, നിങ്ങൾ തള്ളി പറയുന്നു എന്നേ ഉള്ളൂ. അത് അത്രയും വലിയ വിമർശനം വന്നതുകൊണ്ട് തോമസ്, എനിക്കറിയാം, ഞാൻ നാട്ടിൽ വാർത്ത കാണുന്നു, പത്രം വായിക്കുന്നുണ്ട്. ശരി, അപ്പോ ഈ പട്ടമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, കോമാളി പട്ടം കൊടുത്തു, പിൻവലിച്ചു. ഒരാളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് എനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പരിഹരിക്കില്ല. അദ്ദേഹം ആ മാപ്പ് സ്വീകരിക്കുന്നില്ല. അദ്ദേഹം ഖേദം എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തേത് അത്. രണ്ടാമത്തേത് സംഘിപ്പട്ടം. ഈ നിലയ്ക്ക് ആളുകളെ നിരക്കി നിർത്തിയിരിക്കുകയാണ് ചാപ്പയടിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. ഇനി AK ബാലൻ ഇന്ന് മലമ്പുഴയാണ് ഈ ഡീൽ. ഞാനൊന്ന് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയോ? ഈ ചർച്ചയിൽ ഏറ്റവും കുറവ് സംസാരിക്കുന്നതാണ്. NMR റസാഖിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. NMR റസാഖിനെ കുറിച്ച് ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ എന്റെ വാദത്തിന് മറുപടി പറയണം. ഞാൻ മിണ്ടിയോ? NMR റസാഖിന്റെ പേര് ഞാൻ ഈ ചർച്ച പറഞ്ഞു. ഇതിനൊരു ജനാധിപത്യവും ഒരു മര്യാദയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ജനാധിപത്യവും ഒരു മര്യാദയും ഉണ്ട്. അല്ല, ആ പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നേരെ ചാപ്പ കുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ NMR റസാഖിന് ചാപ്പ കുത്താമോ? ആരാണ് കുത്തിയത്? UDF, കോൺഗ്രസ്. അതിന് ഞാൻ മറുപടി പറയണോ? ഇല്ല, വേണ്ട. ഞാൻ അതിൽ എന്താ അഭിപ്രായം എന്റെ അവസരത്തിൽ എന്താ അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്. ശരി, ഇനി AK ബാലൻ മലമ്പുഴയിൽ 25,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്.
രണ്ട് തവണയായിട്ട് സി കൃഷ്ണകുമാറാണ് അവിടെ നിൽക്കുന്നത്. ഇത്തവണയും സി കൃഷ്ണകുമാറാണ് അവിടെ നിൽക്കുന്നത്. 25,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. ഏത് ഡീലാണ് അവിടെ പ്രാവർത്തികമാകുക? ഞാൻ നോക്കൂ, ഏത് ഡീലും പ്രാവർത്തികമാകില്ല എന്നുള്ളതാണ് ഞാൻ അവിടുത്തെ കണക്ക് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. VS മത്സരിക്കുമ്പോൾ 73,000 വോട്ടാണ്. പ്രഭാകരൻ മത്സരിക്കുമ്പോൾ 75,000 വോട്ടാണ്. കൃഷ്ണകുമാറിന് 50,000 വോട്ടാണ് കഴിഞ്ഞ തവണ. അതിന് മുമ്പത്തെ തവണ 46,000 വോട്ടാണ്. അതായത് 25,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട് കഴിഞ്ഞ തവണ. കോൺഗ്രസിന് എത്ര വോട്ടാണെന്നറിയാമോ? കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും 35,000 വോട്ട്. 35,000-ഉം 75,000-ഉമാണ് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം. 25,000-ആണ് BJP-യും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം. ഒരു ഡീൽ നടപ്പിലാക്കിയാലും, ഞാൻ പറഞ്ഞല്ലോ ഡീലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഡീലുണ്ടെന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ നമ്മളൊരു ഡീൽ ആരോപിക്കുമ്പോൾ മിനിമം ആ മണ്ഡലത്തിലെ കണക്കുകളെങ്കിലും അറിയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഡീൽ നടന്നാലും മലമ്പുഴയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മിനിമം രാഷ്ട്രീയം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം എന്നുള്ളതാണ്. പിന്നെ അടുത്തത് രണ്ട് തവണയും BJP രണ്ടാമത് ആണ് വന്നത് എന്നതും പ്രത്യേകതയാണ്. ഇനി പിരായിരിയിലെ 3,000 വോട്ട് മറിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. ഇത് കോമഡി എന്താണെന്നറിയാമോ? ഈ പുഴ വറ്റിയും പോണം തൊടലറ്റും പോണം എന്ന് പറയില്ലേ, ആ നിലയ്ക്കാണ് കാൽക്കുലേഷൻ എന്നുള്ളതാണ് അതിൻ്റെ അത്ഭുതം. പിരായിരിയിലെ 3,000 വോട്ട് പറഞ്ഞാൽ പാലക്കാട് എന്ത് സംഭവിക്കാനാണ്? 18,000 വോട്ടാണ്. 18,840 വോട്ടാണ് അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പാലക്കാട്, പിരായിരി, മാത്തൂര്, കണ്ണാടി, ഇങ്ങനെയാണല്ലോ അതിന്റെ ഡിവിഷൻ. പറയട്ടെ, ശേഷം പറയാം. എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്തിനാണ് ആളുകൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭയിലെ കണക്കാണ്. നിങ്ങൾ ലോക്സഭയും തദ്ദേശവും ഒരു പാറ്റേൺ ആണെന്ന് സമ്മതിക്കോ? ലോക്സഭയും നിയമസഭയും ഒരു പാറ്റേൺ ആണെന്ന് സമ്മതിക്കോ? പിന്നെന്താ തദ്ദേശവും നിയമസഭയും ഒരു പാറ്റേൺ ആണെന്ന് സമ്മതിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് നടന്ന ലോക്സഭയും തദ്ദേശവും തമ്മിൽ കമ്പയർ ചെയ്യുക ഇല്ലല്ലോ. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി പാലക്കാട്, പിരായിരി, മാത്തൂർ, കണ്ണാടി എന്നുള്ളതായിരുന്നു. പാലക്കാട് ടൗണിൽ 31,000 വോട്ടാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് കിട്ടിയത്. 27,000 വോട്ടാണ് NDAക്ക് കിട്ടിയത്. അതിനു മുൻപ് അത് 27-ഉം 34-ഉം ആയിരുന്നു. അതായത് പാലക്കാട് ടൗണിൽ 31,000 വോട്ടും മഹാഭൂരിപക്ഷം വോട്ടും ആര് കൊണ്ടുപോയി? കഴിഞ്ഞ തവണ കോൺഗ്രസ് കൊണ്ടുപോയി. പിരായിരിൽ 5,000 വോട്ടും 13,000 വോട്ടുമാണ്. അതിൽ 3,000 വോട്ട് കിട്ടിയാൽ മറിയുമെന്നാണ് പറയുന്നത്. ഇരട്ടിയിലധികം വോട്ടാണ് അവിടെയുള്ളത് കോൺഗ്രസിന്റെ പക്കൽ. അതിൽ 3,000 വോട്ട് കിട്ടിയാൽ മറിയുമെന്നാണ് ഈ പറയുന്നത്. മാത്തൂരിൽ 3,000 വോട്ടും 6,000 വോട്ടുമാണ്. കണ്ണാടിയിൽ 3,000 വോട്ടും 6,000 വോട്ടുമാണ്. ഈ നിലയ്ക്കാണ് 2024 ഈ നിലയ്ക്കാണ് 18,000 വോട്ടുണ്ടാകുന്നത്. അതിലൊരു 3,000 വോട്ട് കിട്ടിയിട്ട് എന്ത് മറിക്കാനാണെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഈ നിലയ്ക്കാണ് ഈ രാഷ്ട്രീയത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞൊരു വാദത്തിന് ഞാൻ മറുപടി പറയാം, അങ്ങേക്ക് ഇടപെടുകയും ചെയ്യാം. അമ്മയിൽ ജയിച്ചില്ല പിഷാരടി, അതുകൊണ്ട് ഒരു ശക്തനായ കാൻഡിഡേറ്റ് അല്ല. ഈ അമ്മ എന്ന് പറയുന്ന സംവിധാനം അരാഷ്ട്രീയത്തിന്റെ അങ്ങേയറ്റത്തെ അരാജകത്വം നിലനിൽക്കുന്ന ഒരു സെന്റൻസ് പൂർത്തിയായിട്ട് ഇറങ്ങും. ഒരു സെന്റൻസ്. അപ്പോൾ അങ്ങനെയുള്ള അത് എന്തെങ്കിലും രാഷ്ട്രീയം ആരോപിക്കാൻ കഴിയുമോ? രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയം എന്ന് പോലുമല്ല. രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ആളുകളോട് സംവദിക്കുമ്പോൾ ഒക്കെ ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അതിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം അമ്മയുടെ കുറെ ആളുകളുടെ ഒരു ഓഡിയോ ലീക്കായി. കുറച്ച് ആളുകൾ സംസാരിക്കുന്ന മിനിമം രാഷ്ട്രീയ ബുദ്ധിയുള്ള, സാമൂഹ്യ രാഷ്ട്രീയ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഇടപെടാൻ പറ്റുമോ? ആ ഓഡിയോക്കകത്ത് പറ്റുമോ? അത്രമേൽ അരാജകത്വം നിലനിൽക്കുന്നൊരിടത്ത് രാഷ്ട്രീയ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ തോൽക്കുന്ന അത്ഭുതമല്ല. ഈ നിലയ്ക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ചെളിയിൽ പോയിട്ട് ഗുസ്തി പിടിക്കരുതെന്ന് പറയില്ലേ, ആ നിലയ്ക്ക് ഇടപെടാൻ ആർക്കാ പറ്റുക? സംസാരിക്കാൻ പറ്റുമോ? ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, മമ്മൂട്ടിയുടെ വീഡിയോ കോൾ ഉയർത്തി കാണിച്ച് മമ്മൂട്ടിയെ ഞാനിതാ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, ഞാൻ വിജയിച്ചാൽ മമ്മൂട്ടി ഇവിടെ നിങ്ങളെ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിയെ മാർക്കറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന പിഷാരടി, ആ മമ്മൂട്ടിയുടെ പിന്തുണ എന്തുകൊണ്ടാണ് അമ്മയിൽ കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ആ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ശരി, മാത്രമല്ല അതായത് മമ്മൂട്ടി പ്രചാരണത്തിന് വരും എന്നാൽ, അതായത് ഇവിടെ അമ്മയിൽ ഈ ലോജിക്ക് ഞാൻ എടുത്തേ എന്നിട്ടാ പറയുന്നത്. അമ്മയിൽ പിഷാരടിക്ക് മമ്മൂട്ടിയുടെ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ ജയിച്ചേനെ എന്നാണല്ലോ. മമ്മൂട്ടിയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലും പിഷാരടിക്കില്ല, പ്രചാരണത്തിനില്ല. ജയിച്ചാൽ അദ്ദേഹം വരുമെന്ന് എന്നോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് ജയിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ മത്സരത്തിൽ ഇടപെടുന്നില്ല, മത്സരശേഷം എന്നാണ് പറയുന്നത്. ഞാൻ അതും പോട്ടെ, അത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്ന അമ്മയിൽ ജയിച്ചില്ല എന്ന് പറയുന്നത് ഒരാളുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ നിർണ്ണയിക്കുന്നതിൽ ഒരു ഘടകമായി കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് വിയോജിക്കുന്നു. ഞാൻ വെറുതെ വിയോജിക്കുന്നു. ഇതൊക്കെയാണോ മാധു ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം? എന്തൊക്കെയാ വാഗ്ദാനം? മമ്മൂട്ടിയെ കൊണ്ടുവരാൻ ഒരുപാട്
എന്താ ഈ കോൺഗ്രസ് എംഎൽഎമാർ അവിടെ നടത്തിയിരുന്ന ആയിട്ടുള്ള കേൾവിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അവിടെയുള്ള മണ്ഡലത്തിൽ ഇതുവരെ നടത്തിയിരുന്ന കാര്യങ്ങളുടെ തുടർച്ചയുണ്ടെങ്കിൽ നടത്തുമെന്നും മറ്റു കാര്യങ്ങൾ ജനങ്ങളിൽ കേൾക്കുമെന്നും ഒക്കെ പിഷാരടി പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ മമ്മൂട്ടിയെ കൊണ്ടുവരണം എന്ന് പറയുന്നത് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ അത് പരിമിതിയാണ്. അത് വായിക്കുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും പരിമിതിയാണ്. മലമ്പുഴയിലെ ഒരു നിമിഷം മാധു, മലമ്പുഴയിലെ കണക്ക് മാധു പറഞ്ഞല്ലോ. ഈ 12,000 വോട്ട് LDF ക്യാമ്പിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയാണല്ലോ സുരേഷിനെ അവിടെ കൊണ്ടുവരുന്നത്. ആ 12,000 വോട്ട് LDFിൽ നിന്ന് സുരേഷ് പിടിച്ചാൽ അവിടെ ആര് ജയിക്കും മലമ്പുഴയിൽ? LDFിന്റെ ക്യാമ്പിന് അത്ര വിശ്വാസമില്ലെങ്കിൽ അത് എന്റെ കുറ്റമല്ല. 12,000 വോട്ടേ മലമ്പുഴയിലെ LDF 12,000 വോട്ട്. രണ്ടാമത് ചോദ്യം, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. വിചാരിക്കുന്നില്ല സുരേഷിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇടതുപക്ഷ പാളയത്തിൽ ആ സാഹചര്യത്തിൽ പ്രതികരിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. ഒന്നാമത് നമ്മളിപ്പോ എല്ലാ മണ്ഡലങ്ങളെയും എടുത്ത് പറയുന്നത് ലോജിക്കലി നിൽക്കില്ല. മറുപടിയായോ? എനിക്ക് എന്റെ സമയമായി. ലോജിക്കലി നിൽക്കില്ല, അതാണ് പ്രശ്നം. ഈ ലോജിക് എന്ന് പറയുന്നത് ആപേക്ഷികമാണല്ലോ. എന്റെ ലോജിക്ക് അങ്ങയുടെ ലോജിക്കും അങ്ങയുടെ ലോജിക്ക് എന്റെ യോജിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മറുപടിയായോ മാധു? മറുപടിയായോ? മറുപടി ഉണ്ട്, പക്ഷെ അത് പര്യാപ്തമാണോ എന്ന് ചർച്ച വിധേയമാണ്. ശരി, എന്റെ അഭിപ്രായത്തിൽ മറുപടി ആയിട്ടില്ല. അതായത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി ആയിട്ടില്ല. ഈ ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന രൂപത്തിൽ ഞാൻ അഭിപ്രായപ്പെടുന്നുമില്ല. അതൊരു വാദമുഖമായി മുന്നോട്ട് വരുമ്പോൾ ആ വാദങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു, അത് നേരത്തെ അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നോക്കൂ, പല മണ്ഡലങ്ങളായി ഇപ്പോൾ 19 ഇടത്താണ് 2020 സീറ്റ് നൽകിയിരിക്കുന്നത് BJP. അത് BJPയുടെ ആഭ്യന്തര കാര്യം, അത് NDAയുടെ ആഭ്യന്തര കാര്യം എന്ന് പറയാം. പക്ഷേ അവർ എവിടെയൊക്കെയാണ് നിർത്തിയിരിക്കുന്നത് എന്നിടത്താണ് സംശയം ഉയരുന്നത്. അങ്ങനെ സംശയം വരുമ്പോൾ BJPക്ക് നല്ല വോട്ട് പിടിച്ചിരുന്ന പലയിടങ്ങളും 2020 നൽകുന്നു. അവിടങ്ങളിലൊക്കെ തന്നെയും CPMന്റെ ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അവിടെയാണ് ഡീല് സംശയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ചില മണ്ഡലങ്ങൾ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഒന്ന് മഞ്ചേശ്വരം പറഞ്ഞു, ഏറ്റുമാനൂർ പറയുന്നു. VN വാസവന്റെ മണ്ഡലത്തിൽ അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി എത്തുകയാണ്. ചെങ്ങന്നൂരിന്റെ കാര്യത്തിൽ, ചെങ്ങന്നൂരിലും ഈ പറയുന്ന സജി ചെറിയാനെതിരെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ വോട്ട് മറിക്കാൻ പാകത്തിലുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയാണോ എന്നുള്ള സംശയം അവരവിടെ ഉയർത്തുകയാണ്. പത്തനാപുരത്ത് 2020 എന്താണ് കാര്യം? ഈ പറയുന്ന പോലെ എറണാകുളത്തെ ഒരു കിഴക്കൻ മേഖലയിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് പലയിടങ്ങളിലായി സീറ്റ് നൽകിയിരിക്കുന്നു. സാധാരണഗതിയിൽ BJP ആ ഒരു പോര് ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്നില്ല. ആ പോരിന്റെ ഒരു ഭാവം എടുക്കുന്നില്ല. അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ ഒഴിച്ച A ക്ലാസ് മണ്ഡലങ്ങളിൽ ശരിക്കും നടക്കുന്ന മത്സരം തന്നെയാണ്, അതിൽ ഒരു തർക്കമില്ല. പക്ഷെ അതല്ലാത്ത പല മണ്ഡലങ്ങളും സംശയകരമായ രൂപത്തിൽ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നുള്ളതാണ്. പത്തനാപുരത്തിന്റെ കാര്യം പറയുന്നു. ആറന്മുളയിലും ആദ്യം BD ജസ്റ്റിനാണ് കൊടുത്തതെന്ന് ഓർക്കണം. അതിനുശേഷം അവിടെ കുമ്മനവുമായി ബന്ധപ്പെട്ട വലിയ ആവശ്യം ഉന്നയിക്കപ്പെട്ടതിനെ തുടർന്നാണ് അവിടെ കുമ്മനത്തിനെ നിർത്തുന്നത്. അങ്ങനെ പലയിടത്തായി തൃപ്പൂണിത്തറയിൽ BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായ ഇടമാണ്, അവിടെയും 2020 കൊടുക്കുകയാണ്. പലയിടത്തും BDJസിന് കൊടുക്കുന്നു. BDJസിന് കൊടുക്കുന്ന ഘട്ടങ്ങളിൽ BJP വോട്ട് പോലും BDJസിന് പോകാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആ വോട്ട് ആർക്ക് പോകും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇതാണ് പല മണ്ഡലങ്ങളുമായി. ഇപ്പോൾ 10 എന്ന് പറയുമ്പോൾ 10 എണ്ണം എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു 7 എണ്ണെങ്കിലും പറയുന്നുണ്ട്. ഏറ്റുമാനൂരിന്റെ കാര്യം പറയുന്നത് ഇന്ന് രമേശ് ചെന്നിത്തലയാണ്. ഈ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉടനെ ഈ പറയുന്ന നിയമവും, അത് വർഷങ്ങൾക്ക് മുമ്പുള്ള നിയമം പറയുന്നു. അതിനുശേഷം നേരെ ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ആണ് കോൺഗ്രസിനെ ഇല്ലാതാക്കിയത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഡൽഹിയിലെ ഭരണം അവസാനിപ്പിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. ആ വൈരം അവിടെയുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം സുനിൽ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അവിടെ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് നിന്നല്ലോ എന്നൊരു വാദമാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അത് ഇതിനൊരു മറുപടിയല്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് CPMൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കളും രാഷ്ട്രീയ മറുപടിയല്ല, അത് ഡൽഹിയുമായി ബന്ധപ്പെട്ടില്ല. കേരളത്തിലെ ചോദിക്കുമ്പോൾ കേരളത്തിൽ പറയണം. കാരണം കേരളത്തിന് പുറത്തേക്ക് പോയാൽ സുനിൽ, കേരളത്തിൽ പോലെ പേര് പോയിട്ടുണ്ട്. പലയിടത്തും കോൺഗ്രസ് ഇല്ലാതായത് BJPയിലേക്ക് പോയിട്ടാണ് എന്നുള്ള കാര്യം നഗ്നമായ സത്യമാണ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണല്ലോ. നമുക്ക് ഇപ്പോൾ CPMൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ പാർട്ടി വിട്ടുപോയിരിക്കുന്നു. നമുക്കറിയാം, G സുധാകരൻ പോയി, ഐഷ പോറ്റി പോയി, കുഞ്ഞികൃഷ്ണനെ വലിയ നേതാവായി കാണുന്നില്ല എങ്കിൽ പോലും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, അദ്ദേഹം പോയി, TK ഗോവിന്ദൻ പോയി. ഇവരൊക്കെ തന്നെയും മത്സരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന സുരേഷിനെ അത്ര വലിയ ആളായിട്ടൊന്നും നിങ്ങൾ കാണുന്നില്ലെങ്കിലും BSന്റെ PA ആയിരുന്നല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ഒരു ചർച്ചയാകുന്നുണ്ട്. പാർട്ടിയിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകൾ പോയിരുന്നു. BJPയിലേക്ക്, CPയിൽ നിന്നും, കോൺഗ്രസിൽ നിന്ന് BS അനൂപ്, RS അരുൺരാജ്, R ജേക്കബ്, വത്സല പ്രസന്നകുമാർ, ഇവരൊക്കെ നേരെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി BJP സ്ഥാനാർത്ഥികളാണ്. എന്റെ കയ്യിലും കണക്കുണ്ട്, പറയണ്ട, എന്റെ കയ്യിലും കണക്കുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ എന്നാണ്
ഞാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ അവർ ഈ ഉന്നയിച്ച RS വിഷയങ്ങളും അരുൺ രാജ് KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. അവരുന്നയിച്ച വിഷയങ്ങളും പ്രധാനപ്പെട്ടതാണ് BJP എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയായത്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വന്നിട്ട് അതൊക്കെ ആ മണ്ഡലങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയില്ല. ഈ സാഹചര്യങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതേസമയം സ്ഥാനാർത്ഥികളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് ആദ്യം എന്തൊക്കെയാണ് പ്രതികരിച്ചത്? ജി സുധാകരൻ പാർട്ടിയുടെ ഭാഗമായിരുന്നപ്പോൾ എങ്ങനെയാണ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാടെടുത്തത്? പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരാൾ പുറത്തേക്ക് പോയാൽ ശരി, പുറത്തേക്ക് പോയി, വിമർശനമാകാം, രാഷ്ട്രീയ വിമർശനമാകാം, അദ്ദേഹം മറുകണ്ടത്തേക്ക് ചാടുന്നതിൽ രാഷ്ട്രീയ വിമർശനമാകാം. പക്ഷേ അതിൽ ഒരു ചെറ്റത്തരം എന്ന വാക്ക് അത് എത്രത്തോളം അരാഷ്ട്രീയമാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനെ ന്യായീകരിക്കാൻ ഇന്ന് AK ബാലൻ വന്നിരിക്കുകയാണ്. ചെറ്റ വേറെ ചെറ്റത്തരം വേറെ എന്നുള്ള പ്രതികരണം നടത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു നിഘണ്ടു എടുത്തുകൊണ്ട് അതിന്റെ ഇംഗ്ലീഷ് വാക്കുകളും അതിന്റെ അർത്ഥതലങ്ങളും വിശദീകരിക്കാനുള്ള ശ്രമം നടത്തി. എത്രത്തോളം നാണം കെട്ട പ്രതികരണമാണ് അത് എന്നുള്ളതാണ്. പ്രകാശം പരത്തൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാണ്. അതിനുശേഷം കോടതി പോയി മാപ്പ് പറഞ്ഞും കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാചകങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇത്തരം പ്രതികരണങ്ങൾക്ക് നമുക്കറിയാം മുമ്പ് എത്രത്തോളം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മോശം വാക്കുകൾ പ്രയോഗിച്ചു. അവരൊക്കെ തന്നെയും ആ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. NK പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ പലതവണയായി പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊരു ശരിയായ സമീപനമാണോ എന്നുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരെ വ്യക്തിഹത്യ നടത്താമോ എന്നുള്ളതാണ്. ഇനി പിഷാരടിയുമായി ബന്ധപ്പെട്ട് പിഷാരടി വളരെ പൊളിറ്റിക്കലാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിഷാരടി ഈ രാഷ്ട്രീയ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുമ്പ് തന്നെ പല കാര്യങ്ങളിലും വളരെ കൃത്യമായ രാഷ്ട്രീയത്തോടു കൂടി പ്രതികരിക്കാറുണ്ട്. അതോടൊപ്പം മനുഷ്യത്വപരമായി പലസ്തീൻ വിഷയമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. പലസ്തീൻ വിഷയം അവിടെ നിൽക്കട്ടെ. പലസ്തീൻ മാത്രമല്ല വിഷയം. ചർച്ച ചെയ്ത് സമയം കളയേണ്ടെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ്. എന്ന ഒരു നടനെ വിളിക്കണമെങ്കിൽ പല നടന്മാരും സംസാരിക്കുന്നതിനിടയിൽ സമ്മതിക്കൂ ഡോക്ടർ അരുൺ. നിങ്ങളൊക്കെ പറഞ്ഞല്ലോ, ദീർഘമായി സംസാരിച്ചു. ഞാനിപ്പോ അവസാനത്തെ 4 മിനിറ്റ് എടുക്കുന്നത് സമയം തോന്നുന്നു ഡോക്ടർ. ഇഷ്ടംപോലെ സംസാരിച്ചു. ഞാൻ എന്റെ ഇന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത് 4 തവണ ഇടപെട്ടപ്പോൾ എനിക്ക് ഒരു തവണ ചോദിക്കാനുള്ള സമയസ്മൃതി തരണം. അങ്ങ് ചോദിച്ചോളൂ. ഞാൻ എന്റെ വാചകം പൂർത്തിയാക്കട്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്റെ വാചകം പൂർത്തിയാക്കട്ടെന്നല്ലേ പറഞ്ഞുള്ളൂ ഡോക്ടർ അരുൺ. ശരി. വ്യക്തിഹത്യ നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോമാളി എന്നൊരു നടനെ വിളിക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഇന്നിപ്പോൾ അദ്ദേഹം അതിൽ ഖേദപ്രകടനം നടത്തുന്നത് സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ അത് മോശം പ്രതികരണമായി എന്നൊരു അഭിപ്രായം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അതൊരു സമീപനമാണ്. ആ സമീപനത്തിന് ഒരു പാർട്ടി തുടർച്ചയായി അത്തരം ഒരു പ്രതികരണം വരുന്നുണ്ട്. കോമാളി വേഷം എന്നൊന്നും പറയണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മത്സരത്തിൽ CPM-ന്റെ ഭാഗമായില്ലാത്ത എല്ലാവരെയും വെറുക്കുകയാണോ വേണ്ടത് എന്ന് പിഷാരടി ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, നിങ്ങളുടെ രാഷ്ട്രീയത്തെ പിന്തുടരുന്നവരെ അല്ലാത്തവരെ എല്ലാം ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നതാണോ രീതി? അതൊരു ശരിയായ സമീപനമാണോ? നിങ്ങൾ എന്തിനാണ് അറപ്പോടും വെറുപ്പോടെയും ആളുകളെ കാണുന്നത്? മറ്റൊരു രാഷ്ട്രീയ നിലപാടാണ്. അതിനെ ബഹുമാനത്തോട് കാണാൻ പഠിക്കണം. അദ്ദേഹം വളരെ മാന്യമായ വാചകങ്ങൾ ഉപയോഗിച്ച് മാത്രമേ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുമോ, അദ്ദേഹം പരാജയപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ ജനം എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന്. അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി വളരെ രാഷ്ട്രീയമാണെന്നും ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സ്വതന്ത്രം നല്ല രാഷ്ട്രീയമുണ്ടെന്നും ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടിരുന്ന സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയമില്ല എന്നും പറയുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് വാദത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വാക്കുകളൊന്നും ശരിയായ സമീപനമല്ല. അതൊന്നും തന്നെ ഒരു ന്യായമായി വരുന്നില്ല. എന്താണ് ഡോക്ടർ അരുൺ ചോദിക്കാനുള്ളത്? എനിക്കൊരു ചോദ്യം. എന്റെ ചോദ്യം ഇതാണ്. സമരം കൊണ്ട് സംസ്കാരം രൂപപ്പെടുന്നില്ല എന്ന് പറയുന്നയാൾക്ക് പൊളിറ്റിക്കൽ ആണ് എന്നെങ്ങനെയാ പറയാൻ പറ്റും? ശരി, സമരം കൊണ്ട് സംസ്കാരം അദ്ദേഹം ആ സമരത്തെ എങ്ങനെയാണ് കണ്ടത് എനിക്കറിയില്ല. സമരങ്ങൾ കൊണ്ടാണ് ഈ കേരളം ഉണ്ടായത് എന്നുള്ള കാര്യം എനിക്കറിയാം. അദ്ദേഹം പഠിച്ചു വരുന്ന ചില കാര്യങ്ങൾ ചില സംസ്കാരം രൂപപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നയാൾ ഒറ്റയടിക്ക് സത്യാഗ്രഹത്തെ മാത്രമല്ല കോൺഗ്രസിന്റെ മുഴുവൻ സമരങ്ങളെയും റദ്ദു ചെയ്യുന്ന ഒരാൾ എങ്ങനെ പൊളിറ്റിക്കലാവും? പൊളിറ്റിക്കലായിട്ട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ഒരു വാചകം
പിഷാരടി അത് തിരുത്തട്ടെ. ഞാൻ അല്ല, അതിനേക്കാൾ കൂടുതൽ അത് മതി. അത് ഞാൻ അതിനേക്കാൾ അല്ല, കൂടുതൽ നോക്കൂ, ഡോക്ടർ അരുൺ, സ്മൃതി, ഞാൻ സ്മൃതി അതിനേക്കാൾ political ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഒരു വാചകം പറയാമോ? അതിനെ ആവർത്തിക്കണ്ട, അങ്ങ് പറഞ്ഞ പാലസ്തീൻ അതിനേക്കാൾ കൂടുതൽ പാലസ്തീൻ കുറേ നേരമായി അല്ല, പലസ്തീൻ പാലസ്തീൻ പറയുന്നു. ശരി, അല്ല, പലസ്തീൻ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അല്ല, അതിന് മറുപടി പറയട്ടെ, കിട്ടിയില്ല, അതുകൊണ്ടാ. പറയട്ടെ, ഒരു മിനിറ്റ് ഞാൻ എനിക്ക് പൂർത്തിയാക്കട്ടെ. മറുപടി കിട്ടിയില്ല. ഒരു മിനിറ്റ്. പലസ്തീൻ വാദവും ഈ പറഞ്ഞ പലസ്തീന്റെ കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അത് മാത്രമാണ് ഒരു വ്യക്തി എന്ന രൂപത്തിൽ പലസ്തീനാണോ പാലക്കാട് പ്രധാനപ്പെട്ട വിഷയമാകും എന്നൊരു ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട അങ്ങനെയാണെങ്കിൽ പലസ്തീൻ പ്രധാന വേണ്ട. വിഷയമാണെങ്കിൽ ഒരു ഇവിടെ political കെ. statement ശൈലജ പറയൂ. പറഞ്ഞതുകൊണ്ട് രമേശ് ഇവിടെ. പിഷാരടി പറഞ്ഞ ഒരു കെ. political ശൈലജ statement പലസ്തീനുമായി പറയൂ. ബന്ധപ്പെട്ട് പറഞ്ഞത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഇപ്പോൾ ഉന്നയിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പിഷാരടി, ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന പിഷാരടി, ഇത് പറയൂ. രമേശ് പിഷാരടി പൊളിറ്റിക്കൽ ആയിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പിഴവിനെ നിങ്ങൾ ഇത്ര പർവ്വതീകരിക്കുന്നെങ്കിൽ ഇവിടെ വർഷങ്ങളായി രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കൾ പറഞ്ഞ് പാളിപ്പോയ, എന്നിട്ട് മറ്റു നേതാക്കൾക്ക് ന്യായീകരിക്കേണ്ടി വന്ന വാദങ്ങൾ കൂടി ഇവിടെയുണ്ട്. അതും കൂടി അപ്പൊ ആ സമയത്ത് പറയണം. പലസ്തീൻ എന്ന് ആവർത്തിക്കുമ്പോൾ കെ. ശൈലജയ്ക്ക് പറ്റിയ പലസ്തീൻ കൂടി അങ്ങ് പറയണം. അപ്പൊ മറുപടി ആയോ എന്ന ചോദ്യത്തിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല. അതെ, അപ്പൊ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന ചോദ്യമുണ്ട്. അപ്പൊ മറുപടി ആയോ എന്ന ചോദ്യത്തിന് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. വ്യക്തത ഇനിയും വരുത്തേണ്ടതുണ്ട്. അത് കോൺഗ്രസ് ആണ് ചെയ്യേണ്ടത്. ഏതായാലും മറുപടി ആയോ എന്ന ചോദ്യത്തിന് യെസ് എന്നിട്ടു, നോ എന്നിട്ടു. Meet the editors.